രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ദേഹൻ തന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് മടങ്ങി ചെന്ന് പ്രവേശിച്ചു. മഹാരാജാവായ ദശരഥനാകട്ടെ അവിടെ നിന്ന് അയോധ്യയിലേക്കുള്ള യാത്രയിൽ കാനനത്തിലൂടി ബഹുദൂരം ഇതിനകം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. രാജാവി അയോധ്യാധിപതി സഹപുത്രൈർ മഹാത്മഭി ഋഷീൻ സർവാൻ പുരസ്കൃത്യ ജഗാമ സബലാനുഗ. രാജാവായ ദശരഥൻ തന്റെ മക്കളോടൊപ്പം സീത, ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി എന്നീ പുത്രവധുക്കളോടൊപ്പം അവരെല്ലാവരും മഹാത്മ്യമേറിയ സ്വഭാവത്തോടു കൂടിയവരാണ്. തന്റെ ഗുരുവായിരിക്കുന്ന വസിഷ്ഠനോടൊപ്പം എല്ലാ ഋഷിമാരോടുമൊപ്പം മുഴുവൻ സൈന്യത്തിനോടുമൊപ്പം എല്ലാ അലങ്കരണങ്ങളോടുമൊപ്പം വലിയ ആർഭാടമായിട്ട് അവിടെ നിന്ന് അയോധ്യയിലേക്ക് പോകുന്നു. 3 പകലുകൾ യാത്ര ചെയ്താണ് ഇവിടെ അയോധ്യയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. തിരിച്ചുള്ള യാത്രയും അങ്ങനെ തന്നെ ബഹുദൂരം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വിശ്രമിച്ച് അടുത്ത പുലരിയിൽ വീണ്ടും യാത്ര ആരംഭിക്കുന്നു. അങ്ങനെ അദ്ദേഹം അയോധ്യയിലേക്ക് യാത്ര ചെയ്യുന്ന അവസരത്തില് ഭയങ്കരമായ ചില ലക്ഷണങ്ങൾ കൺമുന്നിൽ കണ്ടു. എന്താ ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും ഭയപ്പെടുത്തുന്ന ലക്ഷണങ്ങളാണ്. ഘോരാസ്തു പക്ഷിണോ വാചോ വ്യാഹരന്തി സമന്തത. ചുറ്റിനും ധാരാളം പക്ഷികൾ ഇളകിപ്പറക്കുന്നു. കാടുകളില് ധാരാളം പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പക്ഷികൾ അസാധാരണമായിട്ട് ഇളകിപ്പറക്കുന്നു. അസാധാരണമായിട്ടാകുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ എല്ലാം ശ്രദ്ധയെ അത് ആകർഷിക്കും. എല്ലാവരും അത് ശ്രദ്ധിച്ചു. അങ്ങനെ ഇളകിപ്പറക്കുന്ന പക്ഷികൾ ഘോരമായ ശബ്ദത്തെ പുറപ്പെടുവിക്കുന്നു. എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന് വിളിച്ചു പറയും പോലെ. എന്ന് മാത്രമല്ല, ഭൗമാശ്ചൈവ മൃഗാസർവേ ഗച്ഛന്തി സ്മ പ്രദക്ഷിണം. ഈ ഭൂമിയിലുള്ള മൃഗങ്ങൾ, ആ കാടുകളിലുള്ളതായ മൃഗങ്ങൾ, അവര് ഈ പോകുന്ന ആ വലിയ സംഘത്തിന് പ്രദക്ഷിണമായിട്ട് ആ കാടുകളില് ഓടി നടക്കും. അതും അസാധാരണമായൊരു കാഴ്ചയാണ്. ഈ പ്രകാരത്തിൽ അവ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ ഓടുകയില്ല. ഇത് കണ്ടപ്പോഴേക്കും മഹാരാജാവായ ദശരഥൻ എന്തോ വിപത്ത് വരാൻ പോകുന്നു എന്ന് വിചാരിച്ചു. അദ്ദേഹം ഉടനെ തന്നെ ത്രികാലജ്ഞനായിരിക്കുന്ന ആ വസിഷ്ഠനോട് ചോദിച്ചു, അല്ലയോ മഹർഷി, ഇതാ പക്ഷികളും ഘോരങ്ങളായ മൃഗങ്ങളുമെല്ലാം നമുക്ക് ചുറ്റും അസാധാരണമായ രീതിയിൽ ശബ്ദങ്ങൾ ഉളവാക്കിക്കൊണ്ട് ഓടി നടക്കുന്നു. കിമിതം ഹൃദയോത്കമ്പി മനോമമ വിഷീദതി. എന്താണ് ഇത്? എന്താണ് ഇതിന് കാരണം? ഹൃദയത്തെ കമ്പനം കൊള്ളിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഇതിന് കാരണം എന്താണ്? എന്റെ മനസ്സ് വളരെയേറെ ദുഃഖിക്കുന്നു ഇതെല്ലാം കണ്ടിട്ട്. എന്തോ വിപത്ത് വരാൻ പോകുന്നു എന്നുള്ളതായ മ്ലാനത എന്റെ മനസ്സിനെ പിടികൂടുന്നു. ദശരഥൻ ഇങ്ങനെ കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠനോട് ചോദിച്ചപ്പോഴേക്കും വസിഷ്ഠന്റെ മറുപടി വളരെയേറെ മധുരമായ വാക്കുകൾ കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, ശ്രൂയതാം അസ്യ യത് ഫലം. ഈ കാണുന്നതായ ദൃശ്യങ്ങളുടെ ഫലം എന്താണ് എന്ന് ഞാനിപ്പോൾ പറയാം. അത് അങ്ങ് കേട്ടുകൊണ്ടാലും. ഉപസ്ഥിതം ഭയം ഘോരം ദിവ്യം പക്ഷിമുഖാച്യുതം. ഒരു ഭയങ്കരമായ വിപത്ത്
മുന്നിലേക്ക് വരുന്നു. അതാണ് ഈ പക്ഷികൾ ഈ പ്രകാരത്തില് ഘോരങ്ങളായി ശബ്ദിച്ചുകൊണ്ട് ഇങ്ങനെ പറക്കുന്നതിന് കാരണം. ഒരു വിപത്ത് വരുന്നുണ്ട് മുന്നിലേക്ക്. എന്നാൽ അതുകൊണ്ട് ഭയക്കേണ്ട കാര്യമില്ല. അതിന്റെ സൂചന മൃഗങ്ങളും തരുന്നുണ്ട്. മൃഗ പ്രശമയന്തേതേ, മൃഗങ്ങൾ അവര് നമുക്ക് പ്രദക്ഷിണമായിട്ടാണ് ഇങ്ങനെ ഓടുന്നത്. അതിൽ നിന്നിട്ട് അവ നമ്മെ അറിയിക്കുന്നു. വിപത്ത് വരുന്നുണ്ടെങ്കിലും ആ വിപത്ത് യാതൊരു കുഴപ്പവും ഉണ്ടാക്കില്ല, അത് സ്വാഭാവികമായിട്ടും പിൻവാങ്ങിപ്പോകും എന്ന് നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് സന്താപ ത്യജ്യതാമയം, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്നതായി ഈ ദുഃഖത്തെ ഉപേക്ഷിച്ചാലും, വസിഷ്ഠ ഋഷി ദശരഥനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട്, എന്ന് മാത്രമല്ല ദശരഥനും വസിഷ്ഠനും തമ്മിലുള്ളതായ സംഭാഷണം അനേകം പേര് അടുത്തു നിന്ന് കേട്ടു നിൽപ്പുണ്ട്. എല്ലാവർക്കും സാന്ത്വനം ഉളവാകുമാറ് വസിഷ്ഠൻ ഇങ്ങനെ ദശരഥനോട് പറഞ്ഞു. ആ അവസരത്തില് വലുതായ വിപത്ത് ഇതാ അടുത്തടുത്തേക്ക് വരുന്നത് കണ്ടു. കമ്പയൻ മേദിനീം സർവാം പാതയംശ്ച മഹാദ്രുമാൻ, ഈ ഭൂമിയെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ഒരാള്, ഭീമാകാരനായിരിക്കുന്ന ഒരാള് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഭയം തോന്നും. വളരെ വേഗത്തിൽ ആ മഹാസൈന്യ നിരയ്ക്ക് നേരെ വരികയാണ്. അദ്ദേഹം വളരെ വേഗത്തിൽ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ പാദം ഭൂമിയിൽ തൊടുന്ന അവസരത്തിലെല്ലാം ഭൂമി വിറയ്ക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ ക്രോധവും. മനസ്സിൽ അത്രയേറെ ക്രോധത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ വരവ്. അങ്ങനെ ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടും, പിന്നെയോ ആ കാടുകളിലുള്ള വലിയ വലിയ വൃക്ഷങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങൾ അദ്ദേഹത്തിന്റെ ആ വരവിനാൽ ആ കാറ്റ് തട്ടിയിട്ട് ഭൂമിയിലേക്ക് ഒടിഞ്ഞു വീഴുന്നു. അങ്ങനെ വൃക്ഷങ്ങളെയെല്ലാം വീഴ്ത്തിക്കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ പൊടിപടലങ്ങളാൽ മൂടിക്കൊണ്ട്, എന്ന് മാത്രമല്ല എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട്. ആരെയൊക്കെയാ ഭയപ്പെടുത്തിയത്? 4 പേരെ ഒഴികെ, ഋഷിമാരെ ഒഴികെ. ഋഷിമാരെയും വസിഷ്ഠ ഋഷയശ്ചാന്യേ രാജാച സസുതസ്തദ, വസിഷ്ഠ ഋഷിയും മറ്റ് ഋഷികളും ഒഴികെ ബാക്കി എല്ലാവരെയും ഈ ദൃശ്യം വളരെയേറെ ഭയപ്പെടുത്തി. എന്ന് മാത്രമല്ല രാജാവിനെയും ഭയപ്പെടുത്തിയില്ല. അത് രാജാവിനെയും രാജാവിന്റെ മക്കളെയും ഭയപ്പെടുത്തിയില്ല. വസിഷ്ഠൻ, മറ്റ് ഋഷിമാര്, രാജാവായ ദശരഥൻ, ദശരഥന്റെ മക്കൾ, ഇത്രയും പേരെ ഒഴികെ എല്ലാവരെയും ഭയപ്പെടുത്തി. അവരെല്ലാം വിസജ്ഞരായിട്ട്, ബോധം നഷ്ടപ്പെട്ടിട്ട്, ഒന്നും കാണാൻ കഴിയാതെ ഒന്നും കേൾക്കാൻ കഴിയാത്തതായിട്ടുള്ള ആ അവസ്ഥയില് അവിടെ നിശ്ചേഷ്ടരായി അവശേഷിച്ചു. അങ്ങനെ ആ ഭയങ്കരമായ ആ സന്ദർഭത്തില് ആ വ്യക്തി, മുന്നിലേക്ക് പാഞ്ഞു വരുന്ന ആ വ്യക്തി അടുത്തെത്തി. ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. എങ്ങും പൊടിപടലമാണ്. സൂര്യൻ പോലും മറഞ്ഞു. അതുകൊണ്ട് തന്നെ എങ്ങും ഇരുട്ട് വ്യാപിച്ചതിന് സമാനം നിബിഡമായ അന്ധകാരം. ആ അന്ധകാരത്തിലൂടെ, ആ പൊടിപടലങ്ങളുടെ നടുവിലൂടെ അടുത്തെത്തിയ ആ ഭീമാകൃതിയെ കണ്ടു. ദദർശ ഭീമസങ്കാശം ജടാമണ്ഡലധാരിണം, വലിയ രൂപത്തോടുകൂടിയ ഒരു വ്യക്തിത്വം. കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരും മോഹാലസ്യപ്പെട്ടു പോകും, ഭയന്ന് വിറച്ചു പോകും. അത്ര കണ്ട് ഭീഷണമായ രൂപം. എന്ന് മാത്രമല്ല ക്രോധം കൊണ്ട് ആകെ ഇളകിമറിയാണ്, സമുദ്രം പോലെ. അങ്ങനെയുള്ളതായ രൂപം. പോരാത്തതിന് ഭയങ്കരമായ ജട അദ്ദേഹം ശിരസിലെ ധരിച്ചിട്ടുണ്ട്, ജടാമണ്ഡലം.
അത് തന്നെ ആരുടെ ഹൃദയത്തിലും ഭയത്തെ ഉളവാക്കും. അങ്ങനെ ജടാമണ്ഡലം ധരിച്ചുകൊണ്ട് ഭാർഗവം ജാമദഗ്നേയം രാജവിമർദ്ദനം രാജാവ് കണ്ടു. എങ്ങനെ രാജാക്കന്മാരെയെല്ലാം വിമർദിക്കുന്ന, ക്ഷത്രിയന്മാരെയെല്ലാം വിമർദിക്കുന്ന സ്വഭാവത്തോടുകൂടിയ, ക്ഷത്രിയന്മാരെയെല്ലാം തകർത്തെറിയുന്ന സ്വഭാവത്തോടുകൂടിയ ജാമദഗ്നെ, ജമദഗ്നി മഹർഷിയുടെ പുത്രനായിരിക്കുന്ന പരശുരാമനെ, ഭാർഗവം ഭൃഗുവംശത്തിൽ പിറന്നവനായ പരശുരാമനെ രാജാവ് നേരിട്ട് കണ്ടു. രാജാവ് ആ ഭീകരമായ ആ അവസ്ഥയെ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന് ചിന്തിക്കാണ്. ആ ജാമദഗ്നാണെങ്കിൽ, പരശുരാമനാണെങ്കിലോ കൈലാസമിവ ദുർധർഷം, കൈലാസം പോലെ ആർക്കും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയാത്തയാളാണ്, ആർക്കും തോൽപ്പിക്കാൻ അരുതാത്തയാളാണ്. അങ്ങനെയുള്ള ആ പരശുരാമനെ എങ്ങനെയാണ് ആ പരശുരാമൻ വരുന്ന ആ ആക്രമണോത്സുകമായിട്ടുള്ള ആ ആവേശത്തിൽ നിന്നിട്ട് പിന്തിരിപ്പിക്കുക? മാർഗം കാണുന്നില്ല. കാലാഗ്നിമിവ ദുസ്സഹം, കാലാഗ്നിയെ പോലെ, പ്രളയത്തിലെ അഗ്നിയെ പോലെ. പ്രളയകാലത്ത് അഗ്നി സർവത്ര വ്യാപിച്ചിട്ട് എല്ലാറ്റിനെയും വിഴുങ്ങും. അതേപോലെ ആർക്കും സഹിക്കാൻ കഴിയാത്ത കരുത്തോടുകൂടിയ, ക്രോധത്തോടും കൂടിയ ആ പരശുരാമനെ എങ്ങനെ തനിക്ക് അഭിമുഖീകരിക്കാൻ കഴിയും? ഈ പ്രശ്നത്തെ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും എന്നിങ്ങനെ രാജാവ് ചിന്തിച്ചു പോവാണ്. ആ പരശുരാമന്റെ തോളിലോ സ്കന്ധേ ചാസജ്യ പരശും, തന്റെ ആയുധമായിരിക്കുന്ന പരശുവിനെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കോടാലി സാക്ഷാൽ മഹാദേവൻ തന്നെ നൽകിയതാണത്. മഹാദേവന്റെ ശിഷ്യനാണ് പരശുരാമൻ ആയുധവിദ്യയില്. മഹാദേവൻ തന്റെ ശിഷ്യന്റെ ആ നൈപുണ്യം കണ്ടിട്ട് വളരെയേറെ സന്തോഷിച്ച് തന്റെ കയ്യിലിരിക്കുന്ന പരശുവിന്റെ ഒരു ഭാഗം പൊട്ടിച്ചു നൽകി. അതാണ് പരശുരാമന്റെ കയ്യിലിരിക്കുന്ന പരശു. അത് അപരാജിതമാണ്. ആ പരശു കൊണ്ടാണ് അദ്ദേഹം 21 വട്ടം ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് ക്ഷത്രിയന്മാരെ മുഴുവൻ കീഴ്പ്പെടുത്തിയത്, അവരെ മുഴുവൻ സംഹരിച്ചത്. അങ്ങനെ ആ പരശുവിനെ തന്റെ തോളിൽ ധരിച്ചും, പിന്നെയോ ധനോർ വിദ്യുത് ഗണോപമം, മിന്നൽ പിണരുകളുടെ കൂട്ടം, അത് എങ്ങനെ കാണപ്പെടും? അതേ പ്രകാരത്തിലുള്ള ധനുസ്സും ഏന്തിക്കൊണ്ട് പ്രഗൃഹ്യ ശരമുഗ്രം ച, ആർക്കും ഭയമുളവാക്കുന്നതായ ശരത്തെ തന്റെ കയ്യിൽ ഏന്തിക്കൊണ്ട് ത്രിപുരഘ്നം യഥാശിവം, ത്രിപുരങ്ങളെ സംഹരിച്ച ശിവനെ പോലെയാണ് ആ പരശുരാമന്റെ വരവ്.